ഇപ്പം തന്നെ മോദിയെ പറയുന്നത് പൊതുവെ ജോ കഹ വോ കിയ, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്രെഡിബിലിറ്റി. കാരണം മോദി BJP കാരനാണ്, RSS കൂടെ വളർന്നതാണ്, അതൊക്കെയാണ്. പക്ഷെ മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വളരെ നിർണായകമായ ഒരു ഘടകമാണ്. കാരണം എല്ലാവരും BJP അനുഭാവികളല്ല ഇന്ന് BJPക്ക് വോട്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവുണ്ടോ എന്ന് സംശയം പല രീതിയിൽ. അതായത് 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു ആന്റി ഇൻകംബൻസി പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇപ്പോഴും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. അതായത് ഒരു സ്കൂട്ടറിൽ അമിത്ഷാ സ്കൂട്ടർ ഓടിക്കും, മോദി പിറകിലിരുന്നു കൊണ്ട് അവരുടെ യാത്രകൾ എവിടെയൊക്കെ പോസ്റ്ററുകൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ. അപ്പോൾ അത്രയും താഴെ തട്ടിൽ വളരെ സാധാരണ പ്രവർത്തകരായിട്ട് വളർന്ന അന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് മോദി അമിത്ഷയും തമ്മിൽ. RK രാഘവൻ ഡയറക്ടറായിട്ടുള്ള CBI അന്വേഷണത്തിൽ നരേന്ദ്രമോദി ചോദ്യം ചെയ്യണം, 9 മണിക്കൂർ ചോദ്യം ചെയ്തു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചത് മാധ്യമ പടകളൊക്കെ കാത്തു നിൽക്കുകയാണ്, മോദി ഒരു കൂട്ടം അഭിഭാഷകരുമായിട്ട് കടന്നു വരും എന്നൊക്കെയാണ് കരുതുന്നത്. മോദി ഒരാളായിട്ട് വന്നു. മുംബൈ അറ്റാക്ക് പോലൊരു അറ്റാക്ക് ഒരു രാജ്യത്ത് നടന്നിട്ട് നമ്മളൊന്നും ചെയ്തില്ല. നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യണേ ഇയാളെ അറസ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, നമ്മളൊന്നും ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2008 പോലെ ഒരു ആക്രമണം ഭാരതത്തിൽ കറാച്ചി കത്തും. ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് മോദിയുടെ ഈ കൈ തട്ടി മാറ്റി. അപ്പോഴത്തേന് കേരളത്തിൽ ആഘോഷമായി, നരാധമനായ മോദിയുടെ കൈ തട്ടി മാറ്റി അച്യുതാനന്ദൻ. അന്ന് ആ തുടക്കത്തിൽ ഇതിട്ട് ഈ പറയുന്നത് കണ്ട് വിഷമിച്ചിരുന്ന പലരും ഈ ചിത്രം തിരിച്ചിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിന്റെ റിവെഞ്ച് എടുത്തത്. അന്ന് കൈയെടുത്ത് മാറി നിന്ന സഖാവ് VS അച്യുതാനന്ദൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നു, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നിലൻ തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങളെല്ലാം ഉയർന്നു വന്നത് നരേന്ദ്രമോദി 3ാം തവണയും അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പ് അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. പലരും പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രം. കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് കേരളത്തിലും വിശ്വസിക്കപ്പെടുന്നത്. എത്ര സീറ്റ് കിട്ടും എന്നുള്ളതായിരിക്കും ഇനി ചർച്ച. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് 400 കിട്ടിയില്ല എന്നുള്ള ആരോപണമായിരിക്കും ഉണ്ടാകുക. നമുക്ക് ഈ ഒരു മനുഷ്യൻ, അതായത് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ വീട്ടിൽ നിന്ന്, ഏതാണ്ട് 11 പേരോ മറ്റോ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. ആകെ 3 മുറിയുള്ള ഗുജറാത്തിലെ വടനഗർ എന്നുള്ള സ്ഥലത്തുള്ളൊരു വീട്. അവിടെ ഈ 3 മുറിയിൽ ഒരു മുറി പാചകം ചെയ്യാൻ, ഒരു മുറി പൂജാമുറി, അങ്ങനെ ഇവരെല്ലാവരും കൂടെ താമസിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്നാണ് അദ്ദേഹം 8ാമത്തെ വയസ്സിൽ RSSന്റെ ശാഖയിലെത്തി. തുടർന്ന് ABP പ്രവർത്തനം, അത് കഴിഞ്ഞ് RSSന്റെ പ്രചാരകയായി, BJPയുടെ സംഘടനാ സെക്രട്ടറിയായി, അങ്ങനെ ഉയർന്നു വന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ഈ ഒരു യാത്ര എങ്ങനെയാണ്, അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് ഇങ്ങനെയൊരു മനുഷ്യൻ, ഈ ഭാരതം പോലൊരു രാജ്യത്ത് പ്രധാനമന്ത്രിയാവുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. പ്രത്യേകിച്ചും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചുള്ള കുടുംബങ്ങൾ, മറ്റേ കുടുംബാവകാശം പോലെ പ്രധാനമന്ത്രി പദം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ഒരു സാധാരണക്കാരൻ സ്വപ്രയത്നത്താലെ ഉയർന്നു വന്ന് രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായി ഇതിപ്പോൾ 3ാം വട്ടവും അധികാരത്തിലേറുമെന്ന അഭിപ്രായ പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ യാത്ര, എങ്ങനെ അദ്ദേഹം ഉയർന്നു വന്നു എന്നാണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മളിപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 50 വർഷത്തോളം പൊതുരംഗത്ത് വിവിധ മേഖലകളിൽ വ്യാപരിച്ചൊരു വ്യക്തിയാണ്. ആദ്യം ഒരു 15-20 വർഷം RSSൽ ഒരു പ്രചാരകൻ എന്നുള്ള രീതിയിൽ ബാല സ്വയം സേവകനായി തുടങ്ങി, പിന്നീട് RSSന്റെ പ്രചാരകനായിട്ട് അദ്ദേഹം രാജ്യം മുഴുവൻ സന്ദർശിച്ചു. എത്രയോ ജില്ലകൾ, 400 ജില്ലകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവ പരിചയം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതിനുശേഷം അദ്ദേഹം BJPയിലേക്ക് വരുന്നു. BJPയുടെ സംഘടനാ തലത്തിൽ അഹമ്മദാബാദിൽ നമുക്കറിയാം ആദ്യത്തെ വിജയം. അഹമ്മദാബാദിൽ 1986 അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ BJP വിജയിച്ചതാണ്. ഗുജറാത്തിൽ പിന്നെ BJPയുടെ വിജയത്തിലേക്കൊക്കെ നയിച്ചത്. അപ്പം അന്ന് അതിൻ്റെ പ്രധാന ആസൂത്രകൻ അല്ലെങ്കിൽ അന്നത്തെ പ്രചാരണത്തിൻ്റെയൊക്കെ ചുമതല നരേന്ദ്രമോദിക്കായിരുന്നു. അദ്ദേഹം RSS നിന്ന് BJPയിലേക്ക് വന്ന അധികം ആയിട്ടില്ല. BJP ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് ഗുജറാത്തിൽ 95-ൽ. അന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധികേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സംഘടനാ തലത്തിൽ പിന്നെ ദേശീയ തലത്തിലേക്ക് വരുന്നു. അതിനിടയിൽ തന്നെ നമുക്കറിയാലോ, കാരണം രാമക്ഷേത്ര ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്വാനിയുടെ ഗുജറാത്തിലെ രഥയാത്രയുടെ ഏകത മുരളി മനോഹർ ജോഷിയുടെ, അപ്പം അത്തരം ഒരുപാട് മേഖലകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു അനുഭവ പരിചയം. അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആവുന്നു 2001-ൽ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നു. അതിനിടയിൽ തന്നെ ഗുജറാത്ത് മോഡൽ വികസന മാതൃക കൊണ്ടുവരുന്നു. ഭരണാധികാരി എന്നുള്ള നിലയിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു വന്നു. കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിന് ഭരണപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ മേഖലകളിലേക്ക് വരുമ്പോഴും പരമാവധി എൻഗേജ് ചെയ്ത് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ജനകീയമായിട്ട്
പ്രവർത്തിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി. ഇപ്പം തന്നെ മോദിയെ പറയുന്നത് പൊതുവെ ജോ കഹ വോ കിയ, എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്രെഡിബിലിറ്റി. മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറും ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. അപ്പം അതിനുശേഷം ഇന്ന് എന്താണ് പ്രധാനമന്ത്രി, കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം രാജ്യം ഭരിക്കുന്നു. അടുത്ത തവണ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായിട്ട് 3ാമത്തെ തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന, തിരഞ്ഞെടുക്കപ്പെടുന്ന തുടർച്ചയായി 3ാം തവണ. അപ്പം അങ്ങനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ പോസിറ്റീവ് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഗുജറാത്തിലെ ആ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആ ഒരു 86-ലെ ഒരു ഇതിനെപ്പറ്റി ഒരു അന്നാണ് അമിത്ഷായുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു ഇവർ തമ്മിലുള്ള ഒരു, അതായത് ഒരു കാലത്ത് വാജ്പേയി അദ്വാനി രാമ ലക്ഷ്മണന്മാരെന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള ബന്ധം എനിക്ക് തോന്നുന്നത് അന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെയല്ല, സംഘടനാ ബന്ധം നേരത്തെ ഉണ്ടാവാം, പക്ഷെ ആ ഒരു കോമ്പിനേഷൻ അന്നാണ് കൂടുതൽ വർക്ക് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ രാജ്ദീപ് സർദേശായി പലപ്പോഴും നമുക്കറിയാം, ചില സമയത്ത് മോദിയുടെ വലിയ വിമർശകനായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം രാജ്ദീപ് സർദേശായി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിരവധി വേദികളിലെല്ലാം പറയുന്നത് നരേന്ദ്രമോദി എങ്ങനെ ഈ രീതിയിലേക്ക് അദ്ദേഹം ഒരു വലിയ ഒരു ലോക നേതാവായി ഉയർന്നു എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിനെ പറ്റി അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ആ ഒരു പോസിറ്റീവ് ഫാക്ടർ അദ്ദേഹം എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. അപ്പം രാജീവ് സർദേശായി അന്ന് ജേർണലിസം ട്രെയിനിങ് കഴിഞ്ഞ് എന്തോ തുടക്കത്തിൽ അദ്ദേഹത്തിന് ആ കരിയറിന്റെ തുടക്ക കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അസൈൻമെന്റ് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു. BJP അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആദ്യമായിട്ട് ജയിക്കുകയാണ്. അതാണ് ശരിക്കും BJPയുടെ ഗുജറാത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയത്. അതിനുശേഷമാണ് 95-ൽ അധികാരത്തിലേക്കൊക്കെ വരുന്നത്. അപ്പം അതിന് ആ സമയത്ത് മോദി BJPയിൽ എത്തിയിട്ടുള്ളൂ. RSSന്റെ ചുമതലയിൽ നിന്ന് BJPയിലേക്ക് എത്തി. BJPയിലെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് അധികം ആയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു സെക്രട്ടറി പദവിയായിരുന്നു തോന്നുന്നു, BJPയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പം ആ സമയത്ത് മോദിയുടെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ പ്രചാരണത്തിന്റെ ചുമതലയായിരുന്നു. അപ്പം അന്നെന്ന് പറയുന്നത്തെ പോലെ ഇലക്ട്രോണിക് മീഡിയ ഇതൊന്നും ഇല്ല കാര്യമായിട്ട്. അപ്പം അന്ന് ഈ പോസ്റ്ററുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, എന്താ പറയുക, ഒരു ചുവരെഴുത്തുകളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള എല്ലാ ചാർജും മോദിക്കായിരുന്നു. അപ്പൊ അന്ന് അമിത്ഷാ മോദിയെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് സ്കൂട്ടറിലാണ്, അതായത് ഒരു സ്കൂട്ടറിൽ അമിത്ഷാ സ്കൂട്ടർ ഓടിക്കും, മോദി പിറകിലിരുന്നു കൊണ്ട് അവരുടെ യാത്രകൾ എവിടെയൊക്കെ പോസ്റ്ററുകൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ. അപ്പൊ അത്രയും താഴെ തട്ടിൽ വളരെ സാധാരണ പ്രവർത്തകരായിട്ട് വളർന്ന അന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് മോദി അമിത്ഷയും തമ്മിൽ. 2024 ഏതാണ്ട് 38 വർഷമായി. ആ 38 വർഷത്തിന് ശേഷം ഇന്നിപ്പോ മോദി അമിത്ഷയും രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുകയാണ്. പക്ഷെ അവരുടെ യാത്ര എത്ര ലാളിത്യമായ, അല്ലെങ്കിൽ എത്ര വളരെ സാധാരണ രീതിയിൽ ഒരു സാധാരണ പ്രവർത്തകരെ പോലെ വളർന്ന് ഈ ലെവലിലെത്തി. അപ്പൊ അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അത് കാണിക്കുന്നത്, അല്ലാതെ ഒരൊറ്റ നിമിഷം ഒന്നും ചെയ്യാൻ പറ്റുന്ന. വരുമ്പോ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. അതെ, പ്രധാനമന്ത്രിയായിട്ടാണ്. അതിനു മുന്നേ MLA പോലും ആയിരുന്നില്ല. ഇല്ല. അപ്പം മുഖ്യമന്ത്രിയായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. ആദ്യം മുഖ്യമന്ത്രി ആവുന്നു, പിന്നെയാണ് അദ്ദേഹം MLA ആവുന്നത്. അതെ. അതുപോലെ നേരത്തെ മന്ത്രിയോ ഒന്നും ആയിട്ടില്ല. ഭരണതലത്തിൽ യാതൊരു ഇതും ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. പക്ഷെ നേരിട്ട് അതിനെപ്പറ്റി ഒരു അദ്ദേഹത്തെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് വാജ്പേയിജി ആയിരുന്നു പ്രധാനമന്ത്രിയായിരുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിയെ വാജ്പേയി വിളിക്കുന്നു. അപ്പോൾ മോദിജി വാജ്പേയി കാണുന്നു. അപ്പോൾ ചോദിക്കുന്നു. അപ്പം വാജ്പേയി പറയുന്നത് വളരെ രസകരമാണ്. വാജ്പേയി പൊതുവെ ഒരു തമാശയും കൂടെ ചേർന്നുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണ്, താങ്കൾ ഈ പഞ്ചാബി ഫുഡ്, ഡൽഹിയിലുള്ള പഞ്ചാബി ഫുഡൊക്കെ കഴിച്ചിട്ട് താങ്കൾക്ക് നല്ല തടി വെക്കുന്നുണ്ട്, താങ്കൾ ഇതിന്ന് ഒന്ന് തടി കുറയ്ക്കണം, താങ്കൾ ഒന്ന് ഗുജറാത്തിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ മോദിക്ക് കാര്യം മനസ്സിലാവുന്നില്ല, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ മോദി ചോദിച്ചു, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതെ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, താങ്കൾ നീ ഗുജറാത്ത് കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോ മോദി വിചാരിച്ചു ഗുജറാത്ത് കേന്ദ്രമായി സംഘടനാ ചുമതലയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുജറാത്തിന്റെ മാത്രം ചുമതലയുള്ളൂ, അതോ വേറെ വല്ല സംസ്ഥാനങ്ങൾ നോക്കണമെന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് വാജ്പേയി പറയുന്നത്, താങ്കൾ അവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കണം എന്ന് പറയുന്നത്. മോദിയെ സംബന്ധിച്ച് അതൊരു അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ഭരണം എന്നുള്ളത്, അല്ലെങ്കിൽ ഭരിക്കാൻ കയറുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല, എനിക്കതിന് താല്പര്യമില്ല എന്നാണ് വാജ്പേയിയോട് മോദി പറയുന്നത്. അങ്ങനെ ഈ ഒരു ചർച്ച 5 ദിവസം നീണ്ടു നിന്നു എന്നാണ് വായിച്ചിട്ടുള്ളത്. 5 ദിവസം നീണ്ടു നിന്നു. അവസാനമാണ് നരേന്ദ്രമോദി ഈ നിർദ്ദേശം അംഗീകരിക്കുകയും ഗുജറാത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു അതെ, പൊതുവെ ഈ RSSന്റെ സംഘടനാ സംവിധാനത്തിലെ ഒരു ചർച്ചയുണ്ട്. പൊതുവെ ഞങ്ങളെല്ലാവരും പറയുന്ന നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചർച്ചയുണ്ട്. അതായത് നിങ്ങളെ ഒരു ചുമതലയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ
സ്വാഭാവികമായിട്ടും അതിൽ ചോദിക്കുമ്പോൾ എനിക്കതിൽ താല്പര്യമില്ല ഒരു സംസാരം വരും. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ ആ ചുമതലയിലേക്ക് നിയോഗിക്കുന്നത് എന്ന്. പൊതുവെ രാഷ്ട്രീയ മേഖലയിൽ അത് വലിയൊരു ഘടകമാണ്. കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മേഖലയായിട്ടാണ് ജനങ്ങൾ ഉൾപ്പെടെ കരുതുന്നത്. അങ്ങനെ ഒരു മേഖലയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നരേന്ദ്രമോദി നോക്കിയ കാര്യം സംഘടനയിൽ നിൽക്കുന്നത് പോലെ അല്ലല്ലോ ഒരു ഭരണത്തിലെത്തുമ്പോൾ. അപ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, പല കാര്യങ്ങൾ നോക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ അന്നത്തെ ആ തീരുമാനം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിരുന്നു. കാര്യം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായി, അതിനുശേഷം പ്രധാനമന്ത്രിയായി, ഇത് 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഇത് വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്കാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് വളർന്നു വന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു ഭാരതം മൊത്തം സഞ്ചരിച്ചിരുന്നു. സത്യമാണ്, ഭാരതത്തിലെ 400 ജില്ലകളോളം അദ്ദേഹം പറയുന്നൊരു കാര്യം തന്നെയാണത്. കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും അത് ഈ രാജ്യത്തെ അത്ര വ്യത്യസ്തവും അല്ലെങ്കിൽ ഭാഷ, സംസ്കാരം എല്ലാം കൊണ്ടും വ്യത്യസ്തമായ പല ജനവിഭാഗങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് RSSനെ സംബന്ധിച്ച് അത് ആദ്യത്തെ 2ാമത്തെ സർസംഘചാലകൻ ഗുരുജി ഗോൾവൽക്കർ, അദ്ദേഹം 33 വർഷം സർസംഘചാലകനായിരുന്നു. അപ്പോൾ 66 പ്രാവശ്യമാണ് ഭാരതത്തിൽ സഞ്ചരിച്ചത്. പ്രത്യേകിച്ചും RSSന്റെ സംഘടനാ സംവിധാനത്തിൽ ഒരിക്കലും ഹോട്ടലുകളിലോ മറ്റോ അല്ല താമസിക്കുന്നത്, ഒന്നുകിൽ വീടുകളിൽ. അപ്പോൾ അത്രത്തോളം ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് പ്രചാരകനായിരുന്നതിന് ശേഷവും നരേന്ദ്രമോദിക്ക് അതൊരു വലിയ അനുകൂല ഘടകമാണ്. രാജ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പ്രധാനമന്ത്രിയാകുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയാകുന്നത് പോലെയല്ല ഈ രാജ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, ജനങ്ങളുടെ ഒരു മനസ്സ് വായിച്ചറിയാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്കിൽ. പദ്ധതികൾ, അതുകൊണ്ടാണ് അത്രയും പദ്ധതികൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചത്. എന്തായാലും ഒരു പൊളിറ്റിക്കൽ പഠന വിഷയം തന്നെയാണ് നരേന്ദ്രമോദി എന്ന നേതാവ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, അതായത് നമ്മൾ പറയുമ്പോൾ അതൊരു രാജയോഗം എന്നൊക്കെ പറയേണ്ടി വരും. കാര്യം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു നേതാവ്, ഒരു കാലത്തല്ല, എനിക്ക് തോന്നുന്നത് ഈ ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ് പല രീതിയിൽ. അന്ന് പറയുന്നുണ്ട് ഈ CBIയുടെ അന്വേഷണത്തിൽ RK രാഘവൻ ഡയറക്ടറായിട്ടുള്ള CBI അന്വേഷണത്തിൽ നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യണം. 9 മണിക്കൂർ ചോദ്യം ചെയ്തു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചത്, മാധ്യമ പടകളൊക്കെ കാത്തു നിൽക്കുകയാണ്, മോദി ഒരു കൂട്ടം അഭിഭാഷകരുമായിട്ട് കടന്നു വരും എന്നൊക്കെയാണ് കരുതുന്നത്. മോദി ഒരാളായിട്ട് വന്നു സംസാരിച്ചു. ഒരു ഇരവാദം ഇല്ല, ഒന്നുമില്ല. ഇന്നത്തെ കെജ്രിവാളും അവരൊക്കെ നടത്തുന്ന ഇരവാദങ്ങൾ നമുക്കറിയാം. അത് പ്രത്യേകിച്ച് വക്കീലിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നുമില്ല, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അദ്ദേഹം വന്നു, 5 മണിക്കൂർ, മൊത്തം 9 മണിക്കൂർ, 2 ഘട്ടമായിട്ട് 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്ത് കഴിഞ്ഞു. എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, തിരിച്ചുപോയി. ഒന്നും സംഭവിച്ചില്ല. അതായത് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് RK രാഘവൻ അടങ്ങുന്ന ടീം അന്ന് മോദിക്ക് ഇതില്ല എന്ന് പറഞ്ഞ്, പങ്കില്ല എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നേരിട്ടൊരു നേതാവ്, അത്രത്തോളം കല്ലെറിയപ്പെട്ട, ഇപ്പോൾ പ്രസംഗങ്ങൾ പറയാറുണ്ട്, എനിക്ക് നേരെ വന്ന കല്ലുകളെല്ലാം ഞാൻ കൂട്ടിവെച്ചു, അതിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനെ തോൽപ്പിക്കണമെങ്കിൽ മറ്റേ പ്രശാന്ത് കിഷോർ പറഞ്ഞ അതെ. ഇപ്പൊ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞാൽ മോദിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ 2014 രാഷ്ട്രീയ കരിയറിൽ ഏറ്റവും നിർണായകമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം എത്തുന്നത് പ്രശാന്ത് കിഷോറിന്റെ ഒരു സഹായം കൂടി ഉണ്ടായിരുന്നു. കാരണം അതിന്റെ ഒരു സ്ട്രാറ്റജിസ്റ്റ് പ്രശാന്ത് കിഷോർ ആയിരുന്നു. അപ്പൊ പ്രശാന്ത് കിഷോർ ഇന്ത്യയിലെ ഒരു വളരെ റെസ്പെക്റ്റബിൾ ആയുള്ള ഒരു സെഫോളജിസ്റ്റ് ആണ്. അതുകൂടാതെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പൾസ് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം പ്രശാന്ത് കിഷോർ നിലവിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അസോസിയേറ്റ് ചെയ്യുന്നില്ല. ബീഹാറിൽ അദ്ദേഹത്തിന്റെ ജൻസുരാജ് എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകളിലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിന് ഇത്തവണ വളരെ വലിയൊരു വാല്യൂ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പാഞ്ഞു നടക്കുകയായിരുന്നു. അപ്പം BBC-ക്ക് നൽകിയൊരു, അത് പിന്നെ അദ്ദേഹം പല സ്ഥലത്തും ആവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ BBC-ക്ക് നൽകിയൊരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പോൾ BJP നമുക്കറിയാം, RSSന്റെ സംഘടനാ സ്വാധീനം അറിയാം, എല്ലാം അറിയാം. BJPക്ക് ഒരു 200 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, ലോക്സഭയിൽ 200 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതെങ്ങനെ 300 ആവുന്നു, അല്ലെങ്കിൽ 300-ൽ കൂടുതലാവുന്നു, 303 ആവുന്നു, അല്ലെങ്കിൽ 282 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തരുന്നത്. അപ്പോൾ മോദി ആ ഒരു ഫാക്ടർ അതൊരു വലിയ റോൾ തന്നെയാണ്. കാരണം മോദി BJP-കാരനാണ്, RSS കൂടെ വളർന്നതാണ്, അതൊക്കെയാണ്. പക്ഷേ മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വളരെ നിർണായകമായ ഒരു ഘടകമാണ്. കാരണം എല്ലാവരും BJP അനുഭാവികളല്ല ഇന്ന് BJPക്ക് വോട്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മോദിത്വ എന്ന് പറയുന്നവരുണ്ട്, വിമർശകരാണ് പറയുന്നതെങ്കിൽ പോലും അത് മോദിത്വ ഫാക്ടർ എന്ന് പറയും. ഇത് ഹിന്ദുത്വ ബേസ്ഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മോദി ഫാക്ടർ?
ഇതെന്താണ് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 ഫാക്ടറുകൾ ചേരുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോദി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അതായത് 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു ആൻറ്റി ഇൻകംബൻസി പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇപ്പോഴും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പം പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഫാക്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുത്വം തന്നെയാണ്. കാരണം മോദിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു മെയിൻ ഫാക്ടർ ഹിന്ദുത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തോടുള്ള പ്രതിബദ്ധത അത് കൂടുതൽ നമ്മൾ പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ ഉൾപ്പെടെ അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ അനുവർത്തിച്ചു പോരുന്നുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ പറഞ്ഞിരിക്കുന്നത് മോദി വന്നതിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നവദേശീയത, ഒരു നിയോ നാഷണലിസം. ഇന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത് എന്നുള്ളത്. കാരണം പണ്ട് നമുക്കറിയാം ഇന്ത്യക്ക് എന്തായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു വൈറലായ പൽക്കി ശർമ്മയുടെ, ജേർണലിസ്റ്റ് പൽക്കി ശർമ്മയുടെ ഓക്സ്ഫോർഡിലെ ഒരു പ്രസംഗമുണ്ട്. അതിൽ പറയുന്നുണ്ടല്ലോ, കാരണം ഞാൻ ലണ്ടനിൽ എത്തിയപ്പോൾ എയർപോർട്ടിൽ എനിക്ക് കിട്ടിയ സ്വീകാര്യത ഇന്ത്യൻ പാസ്പോർട്ടിന് പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ എന്ത് വിലയുണ്ടെന്നുള്ളത്. ഒരു കാലത്ത് APJ അബ്ദുൽ കലാമിനെ ഉൾപ്പെടെ അതെ സ്ട്രിപ്പ് ചെയ്ത് പരിശോധിച്ച ആ ഒരു ചരിത്രം ഉണ്ടായിരുന്ന ഒരു ഇതെന്നാണ് ഇപ്പോൾ ഈ മാറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ ലോകതലത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ എങ്ങനെയാണ് കാണുന്നത്? ഒരു വൻ സാമ്പത്തിക ശക്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ ഇപ്പം ആഗോള വേദികളിലൊക്കെ ബൈഡൻ ഇങ്ങോട്ട് വന്നിട്ട് വിഷ് ചെയ്യാണ്. കാരണം പണ്ട് അങ്ങനെയല്ല, മൻമോഹൻ ഒരു സൈഡിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റുവേഷൻ മാറി. അത് മാത്രമല്ല, എല്ലാ മേഖലയും ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്നു. അത് ഒരു ഫാക്ടറാണ്. മൂന്നാമത്തെ ഫാക്ടർ പറയുന്നത് അത് വളരെ വൈറ്റലായ ഒരു ഫാക്ടറാണ്. അത് പലപ്പോഴും വേണ്ടത്ര രീതിയിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊന്നും അത് അത്ര അനലൈസ് ചെയ്യുന്നില്ല. അതായത് അദ്ദേഹം കൊണ്ടുവന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അതായത് വികസനം തൊട്ടറിയുന്ന രീതിയിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലെത്തുകയാണ്. കാരണം അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവർ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് മാറുന്ന രീതിയിലുള്ള റിലീഫ് കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഒരുപാടുണ്ടല്ലോ പദ്ധതികൾ. ഇപ്പോൾ നമ്മൾ നോക്കണം, ആയുഷ്മാൻ ഭാരത്, പിന്നെ കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന, ഉജ്ജ്വൽ യോജന, കിസാൻ സമ്മാൻ നിധി, അങ്ങനെ അസംഖ്യമായിട്ടുള്ള ജൻധൻ അക്കൗണ്ടുകൾ. അപ്പോൾ ഇതൊക്കെ കശ്മീരിലൊക്കെ ഉള്ള ആളുകളോട് പോലും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നത്, ഞാൻ BJP ഒരാളോട് ഇൻ്റർവ്യൂ ചെയ്തൊരു വൈറലായിരുന്നു ഈ അടുത്ത്. അദ്ദേഹം പറയുന്നത് ലാൽ ചോക്കിൻ്റെ അടുത്ത് ഉള്ള ഒരു സർപ്പഞ്ചാണ് അദ്ദേഹം, അവിടുത്തെ ലോക്കൽ, അപ്പം ഒരു മുസ്ലിമാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ BJP കാരനല്ല, പക്ഷേ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനിത് നേരിട്ട് കാണുന്ന വ്യക്തിയാണ്. കാരണം ജൻധൻ അക്കൗണ്ട് വഴിയൊക്കെ എത്ര ആളുകൾക്കാണ് ഇവിടെ പ്രയോജനം. പറയുമ്പോൾ ഈ സാമ്പത്തിക ഇൻക്ലൂസീവ്നെസ് ആണല്ലോ. അതെ. അപ്പൊ അത് വരുമ്പോൾ നേരത്തെയൊക്കെ ഒരു വീട്ടില് പൊതുവെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ അവിടുത്തെ സ്ത്രീകളുടെ പേരിലാണ് അക്കൗണ്ട്, അതും 0 ബാലൻസ് അക്കൗണ്ടാണ്. ഒരു കാര്യം ആലോചിക്കും, പണ്ടൊക്കെ നമ്മളൊരു അക്കൗണ്ട് എടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. വളരെ, അതായത് നമുക്കൊരു അക്കൗണ്ട് എടുക്കാം, വേറൊരാൾ നമ്മളെ ഇത് പറയണം, നമുക്ക് പൈസ വേണം അക്കൗണ്ടിൽ. ഇതൊന്നുമില്ല. 0 ബാലൻസ് അക്കൗണ്ടുകൾ ആർക്കും കിട്ടുന്ന അവസ്ഥയിലേക്ക് സർക്കാർ ആ സംവിധാനം ഒരുക്കി കൊടുക്കും. അതെ, അത് താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു സാമൂഹ്യക്ഷേമ. പിന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം, അത് വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷെ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ഈ അറ്റസ്റ്റ് ചെയ്യുന്ന കാര്യം, അത് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ നല്ല അനുഭവമുണ്ട്. എവിടെയൊക്കെ കാത്തു നിന്നിട്ടാണ് നമുക്കൊരു നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അത് ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് വിലയുള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജോലിയൊന്നും ഇല്ലാതെ ചില സർക്കാർ ഓഫീസുകളുണ്ടായിരിക്കുമല്ലോ, ചില ഇറിഗേഷൻ പദ്ധതികൾ ഇങ്ങനെയൊക്കെയുള്ള, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഇതിലൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അന്ന് ആ പദ്ധതി അനുസരിച്ച് അന്ന് ജോലിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അറ്റസ്റ്റ് ചെയ്തൊക്കെ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഒരുമാതിരിയില്ല, നമ്മൾ ചെല്ലുമ്പോൾ ഓരോ നമ്മളെ ആ രീതിയിലാണ് കാണുന്നത്. അത് മറക്കാൻ പറ്റാത്തൊരു മാറ്റമാണ്. ചെറിയ കാര്യമാണ്, പക്ഷെ ഒരു പൗരന്, അതായത് അയാൾക്ക് വിലയുണ്ട്. ഇന്ത്യൻ പൗരന് സ്വന്തം രീതിയിൽ, ഇപ്പം ഞാൻ അറ്റസ്റ്റ് ചെയ്താൽ മതി എൻ്റെ കാര്യം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കും, അത്രയേ ഉള്ളൂ. അതായത് ഞാൻ തെറ്റാണ് ചെയ്തതെങ്കിൽ, ശരിയാണെങ്കിൽ എൻ്റെ വില അംഗീകരിക്കുന്ന ഒരു മാറ്റമാണ്. അതൊരു പോയിന്റ് തന്നെയാണ്. കാരണം ഇപ്പൊ ഈ ഇസ്സത്ത് എന്നൊക്കെ പറയില്ല, കാരണം സെൽഫ് പ്രൈഡ് എന്ന് പറയുന്ന സംഭവം, അതിപ്പോ ഉത്തരേന്ത്യയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഉത്തരേന്ത്യയിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പം ഉജ്ജ്വല യോജന വഴി ഗ്യാസ് ലഭിച്ചത്, ശൗചാലയങ്ങൾ നിർമ്മിച്ചത്, ഇവിടെ പല ആളുകളും കളിയാക്കും. കാരണം കേരളത്തിലെ ജീവിത സാഹചര്യം ഉത്തരേന്ത്യയിലെ ജീവിത സാഹചര്യം, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അതിനെ നമ്മൾ വളരെ തമാശ രൂപേണയൊക്കെയാണ് പറയാം. പക്ഷെ അത് സത്യത്തിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റം വലുതാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവർ രാവിലെ തന്നെ ഭർത്താവിനെ ഒപ്പം കൃഷിപ്പണിക്ക് ഇറങ്ങുന്ന ആ രീതിയിൽ വളരെ രാവിലെ തന്നെ അവർ വളരെ കഷ്ടപ്പെടുക. ഒന്ന്, അത് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് നല്ലൊരു സ്ഥലമില്ല. വളരെ കഷ്ടപ്പെട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം അവരുടെ ഒരു മാനത്തിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു എല്ലാ വീടുകളിലും ഈ ടോയ്ലറ്റുകൾ വന്നപ്പോൾ അവരുടെ ലൈഫ് എത്രയോ ഈസി ആയിരിക്കുക. അതിനൊപ്പം തന്നെ ഈ ഉജ്ജ്വല യോജന വഴിയുള്ള ഗ്യാസ് കണക്ഷൻ. അപ്പം രാവിലെ തന്നെ ഇവർ ഭർത്താവിനൊപ്പം ഒരു കുടുംബമായിട്ട് കൃഷിപ്പണിക്ക് പോകുമ്പോൾ രാവിലെ തന്നെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നു, വൈകുന്നേരം വരെയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നു. അതുകൂടാതെ ഇത്തരം കാര്യങ്ങൾ വളരെ സുഖമായി പോകുന്നു. അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്. കാരണം ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
കാരണം അവർ ബേസിക് ആയുള്ള പ്രശ്നങ്ങൾ പോലും മാറുന്നു. കാരണം അവരിങ്ങനെ ഒരു വികസനം കണ്ടിട്ടില്ല. അവർ പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും ആൾക്കാർ വന്ന് വികസനം എന്ന് പറയും, ഞങ്ങൾ വികസനം കൊണ്ടുവരും എന്ന് പറയും. പക്ഷെ ഇതൊരു ടാഞ്ചിബിൾ ആയിട്ട്, അത് തൊട്ടറിയുന്ന രീതിയിലുള്ള വികസനം അവരറിയാം. അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ, റോഡുകൾ. ഈ റോഡുകളുടെ കാര്യം പറയുമ്പോഴാണ് ഓർക്കുന്നത്, പിന്നെ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി NH-66 പറ്റി പറഞ്ഞത് അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് നമ്മൾ അന്നത്തെ ഒരു ഉപസംഘത്തിൽ നമ്മൾ കേട്ടതാണ്. അതായത് അന്യദേശങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് ഈ റോഡ് കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഓക്കെ, ഇടതുപക്ഷ സർക്കാരിന്റെ വികസനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്, മലയാളികൾ കുറേയൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ ഒരു മാറ്റം, അതായത് റോഡ് വികസനത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൊണ്ടുവന്നൊരു മാറ്റം, അത് നേരിട്ടറിയുന്ന കാര്യമാണ്. അത് ഏത് മനുഷ്യനും പറയുന്നത്. ഇപ്പോൾ ഞാൻ പലരും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പൊളിറ്റിക്കലി ഗുണം ചെയ്യുന്നുള്ളത്. കാരണം ഉത്തർപ്രദേശിന്റെ ഒക്കെ കംപ്ലീറ്റ്, കാരണം അവിടെ ആ റിമോട്ട്നെസ് പൂർണ്ണമായും മാറിയിരിക്കും. അവിടെ നാഷണൽ ഹൈവേസ് അല്ലെങ്കിൽ എക്സ്പ്രസ് വേസ് മാത്രമല്ല, ഗ്രാമീണ റോഡുകൾ, കാരണം കണക്ടിവിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യ അല്ലെങ്കിൽ അടിസ്ഥാന വികസനത്തിനുണ്ടായ ഒരു വലിയ കുതിപ്പ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ അവസാനത്തെ ഒരു ഫാക്ടർ നമ്മൾ 3 ഫാക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഹിന്ദുത്വം പറഞ്ഞു, സെക്കൻഡ് അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു നവദേശീയത, മൂന്നാമത് ഇപ്പം നമ്മൾ ഇത്രയും എലാബറേറ്റ് ആയി പറഞ്ഞ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, നാലാമത്തത് അദ്ദേഹം പറയുന്നത് RSS എന്ന് പറയുന്ന ആ ഒരു വടവൃക്ഷം, ആ ഒരു സംഘടനാ സംവിധാനം, അതിനൊപ്പം BJPയുടെ നിലവിലുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ്. ഇത് 4ഉം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് നരേന്ദ്രമോദി എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത്. ഈ 4ൽ 3 ഏരിയയിലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന മോദിക്കൊരു വെല്ലുവിളി ഉയർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് എതിരാളികൾക്ക്, നിങ്ങൾക്ക് മോദിയെ മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ BJP മറികടക്കാൻ പറ്റും. അതെങ്ങനെ സാധ്യമാവും? നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. അല്ല, ഇതിലൊരു വലിയ തമാശയുണ്ട്. അതായത് ഈ RSSന്റെ സംഘടനാ സംവിധാനത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, അല്ലെങ്കിൽ കേരളത്തിലെ RSSന്റെ എതിരാളികൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് RSS സവർണ മേധാവിത്വ സംഘടനയാണ്, BJP സവർണറുടെ സംഘടനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം, നമുക്ക് BJPയോ അല്ലെങ്കിൽ ഓക്കെ ആരെ ആയിക്കോട്ടെ, ഒരു എതിരാളി എന്ന് പറയുന്ന ആളുകളെ തളർത്തുകയോ തകർക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് പഠിച്ചിരിക്കണം എന്നുള്ളത് ഏറ്റവും ബേസിക് കാര്യമാണ്. അത് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ RSSനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതൊരു സവർണ സംഘടനയല്ല. ഇന്ന് എവിടെ വേണമെങ്കിലും നമ്മൾ പോയി നോക്കിയാൽ മതി, RSSുമായും BJPയുമായും ബന്ധമുള്ള ജനങ്ങൾ ആരാണെന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ നിന്ന് തന്നെ ആ ഒരു ഭാരതത്തിൻ്റെ ആ സാംസ്കാരിക, ജാതി, വർഗ എല്ലാ വൈവിധ്യങ്ങളും ഏറ്റവും നന്നായി RSSൽ അല്ലെങ്കിൽ BJPയിലെ പ്രവർത്തകരിലും ഒക്കെ കാണാൻ കഴിയുന്ന കാര്യം നേതാക്കളിലും. മോദി വന്നതിന് ശേഷം അത് കുറച്ചും കൂടെ വേറെ തലത്തിലേക്ക് മാറി. പ്രധാനമന്ത്രി, അതായത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു OBC, അതായത് ഒരു ആദ്യത്തെ, അതെ, ഗുജറാത്തിലെ അങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ കടന്നു വരികയാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ വരുന്ന സമയത്തും പറയുകയാണ് RSS പൊതുവെ പറയുന്നതാണ്, RSSനെതിരെയുള്ള ഒരു ആരോപണം, വളരെ രസകരമായ ഒരു ആരോപണമുണ്ട്. അതായത് ഇവർ കൂടെ കൊണ്ടു നടന്ന് ഇല്ലാതാക്കുന്നു, അതായത് ദളിതരെയും മറ്റേ OBC വിഭാഗങ്ങളെ കൂടെ കൊണ്ടു നടന്ന് നശിപ്പിക്കുകയാണ് RSS. അപ്പോൾ അതിന്റെ ഉദാഹരണമാണ്. അതെങ്ങനെയാണ് കൂടെ കൊണ്ടു നടന്ന് നശിപ്പിക്കുന്നത്? നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കി, പിന്നെ പ്രധാനമന്ത്രിയായി മറ്റേ നമ്മുടെ ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി. അങ്ങനെ നമ്മുടെ വൈസ് പ്രസിഡന്റായ ജഗ്ദീപ് ധൻകർ പോലും ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. എത്ര കേന്ദ്രമന്ത്രിമാർ, എത്ര മുഖ്യമന്ത്രിമാർ, ഇപ്പൊ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ നിലവിലുള്ള മുഖ്യമന്ത്രിമാർ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധതയും കൂടെ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ത്രീകൾ ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാര് ഉള്ളതെല്ലാം BJPക്കും. അപ്പൊ ഈ ഒരു MLA-മാർ, MP-മാർ, അതെ, ഈ ഒരു അടിസ്ഥാന കാര്യം അറിയാതെയാണ് ഈ പറയുന്ന സോക്കോൾഡ് കേരളത്തിലെ അനലിസ്റ്റുകൾ പറയാൻ തന്നെ പാടാണ് ഈ BJPയും RSS. അല്ല, അതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം മോദി വന്നതിന് ശേഷം BJPയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്, ട്രഡീഷണൽ ആയിട്ട് BJPയെ സപ്പോർട്ട് ചെയ്തിരുന്ന സോക്കോൾഡ് വോട്ട് ബാങ്ക്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗക്കാർക്കിടയിൽ മാത്രമല്ല, അതിനു മുമ്പേ RSSന്റെ പ്രവർത്തനം വഴി ട്രൈബൽ മേഖലകളിലും SC പിന്നെ OBC വിഭാഗക്കാർക്കിടയിൽ BJPക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് BJP എന്തുകൊണ്ട് വിജയിച്ചിരിക്കുന്നു? എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവിടെ കേരളത്തിൽ പറയും അതിങ്ങനെ രോഗി ഹിന്ദുത്വ, അത് സത്യത്തിൽ BJP അവിടെ ചെയ്തിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അത് 2014 മുതൽ വളരെ ഫുൾ സ്വിങ്ങിലാണ് അവിടെ നടക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. അതായത് ഇപ്പം ഉത്തർപ്രദേശിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഉത്തർപ്രദേശിൽ OBCകൾ എന്ന് പറഞ്ഞ് ഇത്രയും കാലം മുസ്ലിംസും യാദവരും അവരുടെ കുത്തകയാണ്. അത് SP ഭരണത്തിൽ വരികയാണെങ്കിൽ
യാദവരും മുസ്ലിംസും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ. പക്ഷെ അവിടെ യാദവരും മുസ്ലിംസും മാത്രമല്ല OBC-കളായിട്ടുള്ള ഒരുപാട് മറ്റ് കാസ്റ്റുകളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ലോധുകൾ, കുർമി, മൗര്യ, നിഷാദ്, ഇങ്ങനെ ഇവരെല്ലാം ഒരു 3%, 4% അങ്ങനെ വരുന്ന വിഭാഗക്കാർ. അപ്പോൾ ഇവർക്ക് യാതൊരു പ്രാതിനിധ്യമില്ല. OBC എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഫാമിലി റൂളും അതിനൊപ്പം ഇവരുടെ കാസ്റ്റിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള റൂള്. അപ്പോൾ BJP എന്താ ചെയ്തതെന്ന് വെച്ചാൽ BJP ട്രഡീഷണലായിട്ട് BJP സപ്പോർട്ട് ചെയ്യുന്നൊരു ബേസ് ഇട്ട് അതിനൊപ്പം തന്നെ BJP ഇവരെയെല്ലാം ഈ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവന്നു. കാരണം അവരെ ശാക്തീകരിച്ചു, അവർക്ക് കൂടുതൽ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു. കേശവ് പ്രസാദ് മൗര്യയൊക്കെ പോലുള്ള നേതാക്കൾ നമുക്കറിയാം, ഉത്തർപ്രദേശിൽ പ്രാതിനിധ്യം കൊണ്ടുവന്നു. ഇപ്പം നിലവിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞ് ഈ പറഞ്ഞ മൗര്യ, നിഷാദ്, പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞു ലോധ്, ഇത്തരം കമ്മ്യൂണിറ്റീസ് എല്ലാവരും കൂടെ ചേർന്ന് ഇവരെല്ലാം BJP ഓർഗനൈസ് ചെയ്തു. അതായത് യാദവേതര OBC വിഭാഗക്കാർ പൂർണ്ണമായും BJPക്ക് ഒപ്പമാണ്. കാരണം അത് വെറുതെ അല്ല, അവർക്ക് വിശ്വാസം കൊടുത്തു, അവർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, പണ്ട് SP-യുടെ ഭരണം വരികയാണെങ്കിൽ മറ്റു OBC-കാർക്ക് എന്നും അടിയും തല്ലൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ആ രീതിയിൽ ക്രമസമാധാന നില കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. പിന്നെ ഇപ്പോൾ SC നോക്കുകയാണെങ്കിൽ തന്നെ മായാവതിയുടെ കമ്മ്യൂണിറ്റി, ആ മായാവതി BSP വരുമ്പോൾ ജാദവ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് അവിടെ ഒരു പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ വേറെയും കുറേ SC കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പാസികളെയൊക്കെ പോലെയുള്ള ഗോണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം BJP ഇവരെയും ഓർഗനൈസ് ചെയ്ത് മഹാദളിതർ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗക്കാരെ ഓർഗനൈസ് ചെയ്തു. ഇന്ന് BJPയുടെ ഒരു സോഷ്യൽ കൊലീഷൻ എന്നൊക്കെ പറയുന്നത്, റെയിൻബോ കൊലീഷൻ എന്നൊക്കെ പറയുന്നത് വലിയ വിസ്തൃതമായുള്ള സംഭവമാണ്. അതായത് ബ്രാഹ്മണരുണ്ട്, BJP സപ്പോർട്ട് ചെയ്യുന്ന രജപുത്രരുണ്ട്, ഠാക്കൂർമാരുണ്ട്, ബനിയകളുണ്ട്, OBC വിഭാഗക്കാരിൽ OBC-കളുടെ ഭൂരിപക്ഷവും BJPക്ക് ഒപ്പാണ്. അതാണ് ഹിന്ദുത്വം. അതുകൊണ്ടാണ് ഈ 50% വോട്ടിന്റെ കൂടുതൽ കിട്ടുന്നത്. കാരണം കഴിഞ്ഞ തവണ 200-ലധികം സീറ്റുകളിൽ 50%-ലധികം വോട്ട് നേടിയാണ് BJP ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എതിരാളി എന്ത് ചെയ്യും? ഈ 50% വോട്ട് എവിടുന്ന് വരുന്നു? ഇതിനൊപ്പം നമ്മളൊരു ഫാക്ടർ കൂടെ പറയണം, വനിതകളുടെ വോട്ട്. തീർച്ചയായും അത് മോദിയുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5-6 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുമ്പോൾ വനിതകളുടെ ഒരു വോട്ട് അതൊരു സൈലന്റ് വോട്ടാണ്. കാരണം 50% അതിലധികം വരുന്നൊരു വിഭാഗക്കാരാണ്. അപ്പോൾ ഇവർ എങ്ങനെ വോട്ട് ചെയ്യുന്നതാണ്. കാരണം പല സ്ഥലത്തും പ്രതീക്ഷിക്കാതെ, അതായത് 35-40% മുസ്ലിം പോപ്പുലേഷനുള്ള വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും BJP ജയിക്കുന്നു. പക്ഷേ ആളുകൾക്ക് എല്ലാവർക്കും സംശയം, എന്തുകൊണ്ട് അവിടെ കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് പ്രതിപക്ഷം നിർത്തിയിരിക്കുന്നത്, SP ഒക്കെ. പക്ഷേ എന്തുകൊണ്ട് BJP അവിടെ ജയിക്കുന്നു? കുറച്ച് വോട്ട് എങ്ങനെയോ വരുന്നുണ്ട്. ഇതെവിടെ? മുസ്ലിം വോട്ട്സാണ്. മുസ്ലിം സ്ത്രീകളുടെ വോട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം മുത്തലാഖ് നിരോധിച്ചു. അത് മാത്രമല്ല, അവരുടെ ജീവിതം മാറി. കാരണം ഈ വികസനം എല്ലാവരിലും എത്തുന്നുണ്ട്. കാരണം ജാതി മതം നോക്കിയിട്ടല്ല വികസനം കൊടുക്കുന്നത്. കാരണം ഇത് പറയുന്നുണ്ടല്ലോ, ഞാൻ നർമ്മദ അണക്കെട്ട് വന്ന് വെള്ളം കൊടുക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്ക് മാത്രം കിട്ടുന്ന വെള്ളമല്ല. അതെ, സിമ്പിൾ ആണ്, സിമ്പിൾ കാര്യമാണ്. പ്രീണനമില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഉത്തർപ്രദേശിൽ 20% മുസ്ലിം ജനവിഭാഗക്കാരാണ്. അതിലെ വനിതകളാണ് ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വനിതകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി. അതുമാത്രമല്ല, അവർക്ക് ഗുണ്ടാരാജി ഇപ്പം ഇല്ല. സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കാം, വൈകുന്നേരം പുറത്തിറങ്ങി നടക്കാം. മറ്റു രാത്രിയാകുമ്പോൾ പേടിയാ. പിന്നെ അവരുടെ ഈ മുത്തലാഖിന്റെ പ്രശ്നം ഒരു പരിധിവരെ ഇല്ലാതായി. വലിയൊരു തമാശയുണ്ട്. ഇപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ പൊതുവെ പ്രചരിപ്പിച്ചിരുന്നത് എല്ലാ ദിവസവും മോദി രാവിലെ ഒരു മുസ്ലിമിനെ തിന്നും, വൈകിട്ട് ഒരു ക്രിസ്ത്യാനിയെ തിന്നും എന്നുള്ള രീതിയിലുള്ള പ്രചാരണമായിരുന്നു ഉണ്ടായത്. അപ്പോൾ അധികാരത്തിലേറി കുറെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആരെയും തിന്നുന്നില്ലേ? അപ്പൊ അങ്ങനെ വന്നപ്പോൾ വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് സത്യത്തിൽ. കോൺഗ്രസ് ഉള്ളപ്പോൾ സ്ഥിരമായിരുന്നു. അതെ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഇത് തന്നെ വലിയൊരു, അപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഒരു കേട്ട് അത്രയും ആരക്ഷിത ബോധം ഉണ്ടാക്കി ഉയർത്തിക്കൊണ്ട് വന്നിട്ടും സംഗതി പ്രധാനമന്ത്രിയായി 10 വർഷം ഭരിച്ചു. ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ആരോപിച്ച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളല്ലാതെ ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും ഉണ്ടായില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അവർക്ക് അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. പിന്നെ എല്ലാവർക്കും, ഇപ്പം ഭാരതം പോലൊരു രാഷ്ട്രത്തിൽ, പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരിക്കലും മറ്റു സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ഇത് കർമ്മങ്ങൾക്കെതിരെ ഒന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നടക്കുന്ന കാര്യമല്ല. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യും. പിന്നെ അഭിമാനം, അതായത് ഭാരതീയൻ എന്നുള്ള അഭിമാനം, ഇന്ത്യ എന്നുള്ള വികാരം, അത് അത്രത്തോളം ശക്തമായ ഒരു കാലഘട്ടമായിരുന്നു. ഉറി ആക്രമണത്തിന് ശേഷം നടന്ന സർജിക്കൽ സ്ട്രൈക്ക്, പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക്. അന്ന് ഉറി സിനിമയിൽ ചർച്ചയായ ഒരു വരിയുണ്ടല്ലോ, നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ വീട്ടിൽ കയറി തിരിച്ചു ചെയ്യും എന്ന് പറയുന്ന ഒരു സാധനം. അത് ചെറിയ കാര്യമല്ല, സ്വപ്ന സമാനമായ സംഭവമായിരുന്നു. തീർച്ചയായിട്ടും. അതെ അതെ. നേരത്തെ സംഭവം 2008 ആ ഒരു മുംബൈ അറ്റാക്ക് പോലൊരു അറ്റാക്ക് ഒരു രാജ്യത്ത് നടന്നിട്ട് നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യണേ, ഇയാളെ അറസ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, നമ്മളൊന്നും ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2008 പോലെ ഒരു ആക്രമണം ഭാരതത്തിൽ, കറാച്ചി കത്തും, എന്ത് സംഭവിക്കും? കറാച്ചി കത്തും, വേറെ ഒന്നുമില്ല, വേറെ ഒരു കാര്യം നടക്കില്ല. ഇവിടെ അതിനുള്ള കേപ്പബിലിറ്റി ഇന്ത്യക്ക് ഉണ്ട്, പക്ഷെ അതിനുള്ള കമാൻഡ് കൊടുക്കണം. അതെ, അത് അന്നുണ്ടായിരുന്നു, പക്ഷെ അത് കൊടുത്തില്ല. അതായത്
ചിന്തിക്കാൻ തോന്നത്തില്ല. ഒരു രാജ്യത്തിനും ഇങ്ങനെ ഒരു രീതിയിൽ ഇനി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ചെയ്യണം എന്നുള്ള തോന്നൽ ഉണ്ടാകില്ല. നമ്മൾ സംശയമില്ലാത്ത കാര്യമാണ്, ചെയ്യാൻ പറ്റില്ല. കാര്യം അത് 1-2 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തീർത്തു കൊടുത്തു. ഇനി അകത്ത് കയറി തല്ലും. അതായത് ബലാക്കോട്ടിലെ എയർ സ്ട്രൈക്ക് നടത്തുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് സ്ട്രൈക്ക് നടത്തിയതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളൊന്നും പാകിസ്ഥാന്റെ കൂടെ നിന്നില്ല. വളരെ അപൂർവമായിട്ട് 1-2 അതേ ഒരു വെസ്റ്റേൺ പവറും അമേരിക്ക പോലും കൈയൊഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം, അഭിമാനം ഉണ്ടാക്കിയെടുത്ത ഒരു മാറ്റം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രതിരോധ മേഖലയിലുള്ള മാറ്റങ്ങൾ, അതായത് ഒരു കാലത്ത് ചൈന അതിർത്തിയിൽ അവിടെ നമ്മൾ എത്തൂല, നമുക്ക് അവിടം വരെ എത്താനുള്ള ഒരു മാർഗങ്ങളും ഇല്ല. അതേസമയം ചൈന നമ്മുടെ ബഫർ സോൺ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, അതെ, ആ മേഖലകൾക്ക് അടുത്തെത്തുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള റോഡില്ല, പറ്റിയ വാഹനങ്ങളില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മാറി. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗാൽവാനിൽ പ്രശ്നം ഉണ്ടായത്? നമ്മൾ അത്രത്തോളം അഗ്രസീവ് ആയിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഗാൽവാനിൽ പ്രശ്നം. അതാണ് ചൈനയ്ക്ക് പ്രശ്നം ഉണ്ടായത്. റോഡും കണക്ടിവിറ്റി ഒക്കെ എല്ലാം ചൈനയ്ക്ക് മനസ്സിലായി പഴയതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലായത് കൊണ്ടാണ് അന്ന് ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. എന്നിട്ടും നമ്മൾ പിന്നോട്ട് പോയതൊന്നുമില്ല. ചൈനയുമായിട്ടുള്ള ഒരു ഇതിൽ വന്നപ്പോൾ നമ്മൾ ഒട്ടും മാറിയില്ല, പിന്നോട്ട് പോയില്ല. ആ ഒരു സ്ട്രെങ്തോടെ തന്നെ ചൈനയെയും നേരിടുക തന്നെ ചെയ്തു. അതിനകത്ത് ഒരു സംശയം ഉണ്ടായില്ല. 62-ലെ ഇന്ത്യയല്ല എന്ന് പറച്ചിലല്ല, അവസാനം മനസ്സിലായി 62-ലെ ഇന്ത്യ അല്ല ഇത്. പിന്മാറ്റം, പിന്നീട് ചൈനയുടെ ആ ഒരു നിലപാടെ മാറിയില്ല. അതെ. അതായത് നമ്മുടെ അഭിമാനം ബലി കഴിച്ചുകൊണ്ട് ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നുള്ള പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതം കൈക്കൊണ്ടത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിന് ജനങ്ങൾ പിന്തുണച്ചു എന്നുള്ളതാണ് ഈ ഒരു 3ാം ഘട്ട വിജയത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോൾ അത് കേരളത്തിൽ ഒരു വലിയ ചർച്ചകൾ ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് 2014 അന്ന് മോദി പ്രധാനമന്ത്രി, മോദി ഫോർ PM എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ സമയത്ത് അന്ന് ഇടതുപക്ഷ സൈബർ വിങ്ങുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഗുജറാത്തിലെ ചക്ക, ഗുജറാത്തിലെ മാങ്ങ, ഗുജറാത്തിലെ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫോട്ടോഷോപ്പിൽ വലിയ അത്രത്തോളം അപമാനിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കളിയാക്കലായിരുന്നു. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് VT ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതാവായ VT ബൽറാമിൻ്റെ. ഏത് പ്രധാനമന്ത്രി, അയാൾ എവിടുത്തെ പ്രധാനമന്ത്രിയാവും, അയാൾ വേണമെങ്കിൽ ഫേസ്ബുക്കിലെ പ്രധാനമന്ത്രിയാവും. ആ പോസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു BJP അണികളെ പോലും, BJP-ക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് 2014 നരേന്ദ്രമോദി ചരിത്രത്തിൽ അധികാരത്തിൽ വന്നു. വലിയ അടിയായിരുന്നു. പലരും ഒന്ന് പറഞ്ഞു ഞാൻ രാജ്യം വിട്ടുപോവാണ്, ചിലര് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് മോദിയുടെ അദ്ദേഹത്തിന് അയിത്തം കൽപ്പിച്ചത്, അത് നമ്മൾ പറയുന്ന അത് നമുക്ക് നമ്മുടെ ഒരാളെ, ഒരു മനുഷ്യനെ ഇത്രത്തോളം അവഹേളിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നത് ഈ ഒരു സിനിമകളിൽ കാണുന്ന റിവെഞ്ച് ഇല്ല. അതെ, റിവെഞ്ച് ഇല്ല, അങ്ങനെ അതൊരു വലിയ അൾട്ടിമേറ്റ് ആണ്. അതായത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി, നമ്മുടെ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അന്ന് മുഖ്യമന്ത്രിമാരുടെ ഒരു സമ്മേളനത്തിൽ മോദി അച്യുതാനന്ദന്റെ അടുത്തെങ്ങാണ്ട് നിന്നെന്നോ, അച്യുതാനന്ദന്റെ അടുത്തോട്ട് നീങ്ങി നിന്ന് തോളിൽ കയറാൻ ശ്രമിച്ചെന്നോ ഒക്കെയാണ് മലയാളത്തിലെ മാധ്യമങ്ങളും സൈബർ ടീമിലെ മോദി വിരുദ്ധരും പറയുന്നത്. പക്ഷേ ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് മോദിയുടെ ഈ കൈ തട്ടിമാറ്റി. അത് അപ്പോഴത്തേന് കേരളത്തിൽ ആഘോഷമായി. നരാധമനായ മോദിയുടെ കൈ തട്ടിമാറ്റി അച്യുതാനന്ദൻ എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് സഖാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ മാതൃക. അതെ, നരേന്ദ്രമോദി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കാണുന്ന നമ്മളെ പോലുള്ളവർ, നമ്മൾ വിചാരിക്കുന്നു ഒരു മനുഷ്യനെ എത്രത്തോളം അയാളുടെ അടുത്ത് നിൽക്കുന്നത് പോലും അത്ര വലിയ പ്രശ്നമായിട്ട്. അത് കഴിഞ്ഞ് വേറൊരു ചിത്രം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വീണ്ടും വൈറലായിട്ടുണ്ട്. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുന്ന ഒരു രംഗം. അന്ന് ആ തുടക്കത്തിൽ ഇതിട്ട് ഈ പറയുന്നത് കണ്ട് വിഷമിച്ചിരുന്ന പലരും ഈ ചിത്രം തിരിച്ചിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിന്റെ റിവെഞ്ച് എടുത്തത്. അതായത് മധുരമായ പ്രതികാരം എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ മധുരമായ പ്രതികാരം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് മധുരമായ പ്രതികാരങ്ങളേ ഉള്ളൂ, അതേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇവരെല്ലാവരും പോയി കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി വളരെ സന്തോഷമായിട്ട് ഇവരോട് സംസാരിക്കുന്ന, അന്ന് കൈയെടുത്ത് മാറി നിന്ന സഖാവ് VS അച്യുതാനന്ദൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നു, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഉമ്മൻചാണ്ടി പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം അതൊരു ചെറിയ കാര്യമല്ല. മോദിക്ക് ചിലപ്പോൾ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ മോദിയെ അനുകൂലിക്കുന്നവർക്ക് അതൊരു വലിയ
വിജയമായിരുന്നു. അത് തന്നെയാണ് അമേരിക്കയുടെ കാര്യത്തിലും നടന്നത്. അത് തന്നെ വിസ നിശ്ചയിച്ച അമേരിക്ക, പിന്നീട് അദ്ദേഹം ആദ്യ പ്രധാനമന്ത്രി ആയതിനു ശേഷം അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത, അത് പൊളിറ്റിക്കൽ റോക്ക് സ്റ്റാർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഗുജറാത്തിലേക്ക് അന്ന് കേരളത്തിൽ നിന്നും ആർക്കും പോകാൻ പറ്റില്ല. കേരളത്തിലെ മന്ത്രിമാര് ഗുജറാത്തിലെ ഏതെങ്കിലും നല്ല കാര്യം കാണാൻ പോയാലും പ്രശ്നമായിരുന്നു. ഷിബു ബേബി ജോൺ അന്ന് പോയപ്പോഴത്തേന് കേരളത്തിൽ കത്തുന്ന ഒരു വിഷയമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവര് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അതൊരിക്കലും എന്താ പറയാ, ഒരു പെട്ടെന്ന് പൊട്ടി വീണതോ അല്ലെങ്കിൽ അത്ഭുതം സംഭവിച്ചതോ അല്ല. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ 76 തൊട്ട് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം, അതിനു മുന്നേയുള്ള ജനങ്ങളുമായിട്ടുള്ള സമാജ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഉയർകൊണ്ട ഒരു നേതാവാണ് നരേന്ദ്രമോദി. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു മാറ്റം ഉണ്ടായത്. ഇതുപോലുള്ള പലരും പറയുന്നുണ്ട് ഒരുപാട് നരേന്ദ്രമോദിമാർ ഇനിയും ഇരിപ്പുണ്ട് എന്നുള്ളത്. ആ മാറ്റം വരുത്തുന്ന, അതായത് രാഷ്ട്രീയമല്ലാത്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരും, ഇതുപോലെ തന്നെ നിരവധി പേര് ഇന്നും RSSന്റെ പല സ്ഥാനങ്ങളിലുണ്ട്. അവര് രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതാണ് അന്ന് സംഭവിച്ചത്, ആ മാറ്റം ഉണ്ടായത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് കൾച്ചർ, അത് എനിക്ക് തോന്നുന്നു താങ്കൾ കൂടുതൽ, അതായത് ഒരു ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പരിധിയില്ലേ. ഇത് 18 മണിക്കൂർ എല്ലാ ദിവസവും അദ്ദേഹം കർമ്മനിരതനാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, കഴിഞ്ഞ ഫെബ്രുവരി 29, മാർച്ച് 1, ഈ 2 ദിനങ്ങൾ, ഇത് മോദിയുടെ ജീവിതത്തിൽ ഇത് സ്ഥിരമായി നടക്കുന്നതാണ്. പക്ഷേ ആ ഒരു ദിനം പ്രത്യേകം കുറച്ച് ചർച്ചയായിരുന്നു. ഫെബ്രുവരി 29 മോദി തുടക്കം മുതൽ രാവിലെ മുതൽ അദ്ദേഹം കർമ്മനിരതനാണ്. വിവിധ പദ്ധതികൾ അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാണ്ട് പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് ഓഫീസിൽ വന്നു, മറ്റ് ഫയലുകൾ നോക്കി പ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷം ഇടയ്ക്ക് 1-2 കൂടിക്കാഴ്ചകൾ, ഒന്ന് ബിൽഗേറ്റ്സ് ആയിരുന്നു ഒരാൾ, നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ സ്ഥാപനമായ ബിൽഗേറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തി. അത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഡിഫറെൻ്റ് ആയുള്ള കാര്യങ്ങളാണ്. വീണ്ടും തിരിച്ച് ഓഫീസിൽ വരുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇടയ്ക്ക് 1-2 റാലികളിൽ അഭിസംബോധന ചെയ്യാൻ പോയി, പൊളിറ്റിക്കൽ റാലികൾ ദക്ഷിണേന്ത്യയിൽ. ഇത് ഫെബ്രുവരി 29 നടന്ന സംഭവം. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം 11 മണിക്കാണ് ഏതാണ്ട് BJPയുടെ ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തുന്നത്. അന്നൊരു വളരെ നിർണായക ദിനമാണ് BJPയെ സംബന്ധിച്ച്. കാരണം BJPയുടെ ആദ്യത്തെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന ദിനമാണ്. അപ്പോൾ അന്ന് സ്ഥാനാർത്ഥി പട്ടിക രാഷ്ട്രീയ. അപ്പോൾ അന്ന് JP നദ്ദയും അമിത്ഷായും ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ രാത്രി 11 മണിയാകുമ്പോൾ ഇദ്ദേഹം എത്തി. അപ്പം മോദിയുടെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ 11 മണിക്ക് എത്തി, ഇനിയിപ്പോൾ നോക്കണ്ടായിരുന്നു, 3-4 മണിക്കൂർ നിങ്ങളുടെ കാര്യം ഇതാണെന്നുള്ള രീതിയിൽ. അങ്ങനെ അദ്ദേഹം 11 മണിക്ക് വന്ന് ഇവർ സ്വീകരിച്ചു. പിന്നെ വളരെ നിർണായകമായ ഫസ്റ്റ് ഫേസിലാണ്, അറിയാലോ, ലിസ്റ്റാണ്, സ്ഥാനാർത്ഥി പട്ടികയാണ് ഫൈനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എല്ലാം ഉണ്ട്, സൗത്തിലൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് ഏതാണ്ട് 4.5 മണിക്കൂർ, അതായത് ഏതാണ്ട് 3-3.5 മണിക്കാണ് അദ്ദേഹം BJP ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഒന്ന് ആലോചിക്കണം. കാരണം രാവിലെ അദ്ദേഹം തുടങ്ങിയ ജോലിയാണ്. ഇതല്ല, ഇനിയുള്ള ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് 3:30 മണിക്ക്, പുലർച്ചെ 3:30 മണിക്ക്, മാർച്ച് 1-ാം തീയതി പുലർച്ചെ 3:30 മണിക്ക് പോയ മോദി 8 മണിക്ക്, അതായത് അടുത്ത ദിവസം മാർച്ച് 1-ാം തീയതി 8 മണിക്ക് അദ്ദേഹം ജാർഖണ്ഡ്, ബംഗാൾ പര്യടനത്തിനായി പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഡിവോഷൻ, കാരണം രാജ്യത്തിന് വേണ്ടി, കാരണം അവധി അദ്ദേഹം എടുക്കാറില്ല. പിന്നെ 24 മണിക്കൂർ സത്യത്തിൽ അദ്ദേഹം ഇതിൽ തന്നെ ഇൻവോൾവ് ആണ്. പണ്ട് ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ ഈ അമേരിക്കയിലേക്കൊക്കെ പല ആളുകളും കുറ്റപ്പെടുത്തുമല്ലോ. കാരണം മോദിയുടെ വിദേശ യാത്രകൾ ആ കാലത്ത് എന്നും ഒരു കുറ്റപ്പെടുത്തലായിരുന്നു, മോദി എന്നും പുറത്തു പോകുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യക്ക് ആഗോളതലത്തിലുണ്ടായ ഒരു സ്വീകാര്യത, ഇപ്പം യുക്രൈൻ്റെ ആ ഒരു പ്രതിസന്ധിയിൽ വരെ അത് പരിഹരിക്കും, യുക്രൈൻ റഷ്യ വാർ, ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ വരെ ഇന്ത്യക്ക് ഒരു റോൾ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ ഇടപെടേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എല്ലാ മേജർ പവേഴ്സായിട്ടും എല്ലാത്ത രാഷ്ട്രങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആക്സസ്, ഗൾഫ് രാഷ്ട്രങ്ങളിലെ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയൊക്കെ നമുക്ക് അറിയാലോ. അതെ, എത്ര രാഷ്ട്രങ്ങളുടെ പരമോന്നത പദവി അദ്ദേഹത്തെ ലഭിച്ചു. അപ്പം അദ്ദേഹം ഇന്ന് ലോകത്തെ എല്ലാ സ്ഥലത്തും പോയാൽ അദ്ദേഹത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിപ്പം ഈ G20 ഉച്ചകോടിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു തലത്തിൽ മോദി ഉയർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ഈ യാത്രകൾക്ക് ഇടയിലാണെങ്കിൽ പോലും അദ്ദേഹം ഈ ദീർഘദൂര യാത്രകൾ ഉണ്ടാവുമല്ലോ വിമാനത്തിൽ, അപ്പോൾ ആ സമയത്ത് അദ്ദേഹം രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഒരു കർമ്മ യോഗി എന്നൊക്കെ പറയുന്ന രീതിയിൽ. തീർച്ചയായിട്ടും. അതായത് നരേന്ദ്രമോദിയുടെ പരിപാടികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോയ ചില സമയത്തൊക്കെ നമ്മളെപ്പോഴുള്ളവർ പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് എണീക്കാൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം അടുത്ത ഒരു ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഒരു റാലി നിന്നാൽ ഉടനെ വടക്കേ ഇന്ത്യയിൽ അടുത്ത റാലിയിൽ പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യണം. നമുക്കാണെങ്കിൽ തലവെക്കാൻ പറ്റുന്ന അവസ്ഥയാണ്, പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ പൊതുവെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവർ മനസ്സിൽ പറയുന്നുണ്ടാവും, പക്ഷെ പുറത്തിങ്ങനെ കുറ്റം പറയുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം. അത് എന്താ പറയാ, ഒരു ഈഗോ ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്.
കാരണം മോദി, ഞാൻ പണ്ട് മോദിയെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇനി അത് മാറ്റുമ്പോൾ എൻ്റെ ഒരു നിലപാട് മാറുമോ എന്നുള്ള അതെ, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. പക്ഷെ ഉള്ളിൽ സമ്മതിക്കും. അതെ. അല്ല, അതെനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നേതാക്കൾ ഉള്ളിൽ സമ്മതിക്കുന്ന ആളുകളാണ് എല്ലാവരും മോദിയെ വളരെ അതെ. എന്താ പറഞ്ഞു വരുമ്പോ ഇത് നമുക്ക് എന്തൊക്കെയായാലും ഈ സത്യം എപ്പോഴെങ്കിലും എത്തിരിച്ച പുറത്തു വരുമല്ലോ. അതുകൊണ്ടാണ് പലരും ഈ പറയുന്ന പല എം പിമാരും കേരളത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ ഉള്ളത് അറിയാതെ പറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്. ഇവരെല്ലാം മോദിയെ കാണുമ്പോൾ ഈ കൂടിക്കാഴ്ച നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവരുടെ മുഖത്ത് ആ സമയത്ത് CPM നേതാക്കളായിക്കോട്ടെ, കോൺഗ്രസ് നേതാക്കളായിക്കോട്ടെ, ഔദ്യോഗികമായിട്ട് മോദിയെ കാണുമ്പോൾ, പിണറായി വിജയൻ ഉൾപ്പെടെ മോദിക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു നമുക്കത് മനസ്സിലാവും. വായിച്ച്, കാരണം മോദി എന്നുള്ളൊരു പ്രതിഭാസത്തെ കാണുന്ന ഒരു സംഭവം തന്നെ അവരുടെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ ജനങ്ങൾക്ക്, അതായത് CM എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒന്ന് കോമൺ മാൻ എന്നാണ് പറഞ്ഞിരുന്നത്. PM ആയപ്പോൾ പ്രധാന സേവകൻ എന്നുള്ള രീതിയിലേക്ക്. ബാഗൽകോട്ടിലെ കഴിഞ്ഞ റാലി തന്നെ കണ്ടില്ല, ആ ചെറിയ കുട്ടിയുടെ ഒരു ആഗ്രഹം അദ്ദേഹം, അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അമ്മയും മോദിയുമായുള്ള ചിത്രം ഉയർത്തി കഴിച്ചപ്പം അദ്ദേഹം ആ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞിട്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നേതാവ്. അപ്പോൾ 2 ഘട്ടം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള ഘട്ടങ്ങൾ വരാൻ പോവുകയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഈ പറയുന്ന, അല്ലെങ്കിൽ മോദി വിരുദ്ധർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? BJP സംബന്ധിച്ച് BJP ഈ ഒരു തെരഞ്ഞെടുപ്പ് അവരൊട്ടും ഒരു ഓവർ കോൺഫിഡൻസ് എന്നുള്ള രീതിയിലല്ലല്ലോ കാണുന്നത്. കാരണം എല്ലാ സർവേസും ഒപ്പീനിയൻ പോൾസും ട്രെൻഡ്സും ഒക്കെ BJPക്ക് അനുകൂലമായിട്ട് പറയുന്നു. BJP എത്ര സീറ്റ് നേടും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര സീറ്റ് നേടും എന്നുള്ളതാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻ. 300 to 310 ആണോ, 310 to 320 ആണോ, അല്ലെങ്കിൽ BJP ലക്ഷ്യം വെച്ച ആ ഒരു ഇതിലേക്ക് പോകുമോ, അതൊക്കെയാണ് ഇപ്പം ചിന്ത. പക്ഷേ മോദിയും ടീമും നമുക്കറിയാം, അവർ വളരെ റിയലിസ്റ്റിക് ആയിട്ട് സഖ്യം ഒക്കെ നല്ല രീതിയിൽ ഇല്ലാത്ത സഖ്യങ്ങൾ, അതിൽ പണ്ട് സഖ്യം ഉണ്ടായിരുന്ന പാർട്ടികളൊക്കെ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ പഴുതുകളും അടയ്ക്കുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മോദിയുടെ ഒരു ഫാക്ടറും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താൻ തോന്നുന്നു. കാരണം മോദി ഇപ്പം കുറച്ച് മുമ്പ്, ഒരു 2 ആഴ്ച മുമ്പ് മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലൊരു വാർത്ത കൊടുത്തിരുന്നു. അതായത് ഉത്തരേന്ത്യയിൽ BJPക്ക് തിരിച്ചടിക്ക് സാധ്യത, രാജസ്ഥാനിൽ സീറ്റുകൾ കുറയാൻ സാധ്യത, ഹരിയാനയിൽ സീറ്റുകൾ കുറയാൻ സാധ്യത എന്നാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ സത്യത്തിൽ 21 സീറ്റ് BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 20 സീറ്റാണ് രാജസ്ഥാനിലുള്ളത്. ബാക്കി 4 സീറ്റുകളിൽ ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ തിരിച്ചടി എന്ന് പറഞ്ഞ് ബിഗ് ബ്രേക്ക് ചെയ്ത് രാവിലെ മുതൽ ലൈവായിരുന്നു. സത്യത്തിൽ ആ 4 മണ്ഡലങ്ങളിൽ കുറച്ച് സ്ഥാനാർത്ഥികൾക്കെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. ചില സ്ഥലത്ത് 1-2 സ്ഥലത്ത് വീക്ക് സ്ഥാനാർത്ഥികളാണ്, ചുരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പം അവിടെ BJP അപ്പോഴേ ആ അലേർട്ട് മനസ്സിലാക്കി അവർ പ്രവർത്തനം തുടങ്ങി. ഇന്റേണൽ സർവേ അനുസരിച്ച് അവർക്ക് മനസ്സിലായി ഈ 4 അവരുടെ ലക്ഷ്യം 25-25 ആണ്. കാരണം കഴിഞ്ഞ തവണ കിട്ടിയത് നിലനിർത്തണം, മസ്റ്റാണ് വെസ്റ്റിൽ. അപ്പം BJP എന്താ ചെയ്തിരിക്കുന്നത്, മോദി ഫാക്ടർ അവിടെ, അതായത് മോദി കുറച്ച് കൂടുതൽ റാലികളൊക്കെ അവിടെ വന്ന് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് അത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് സിമ്പിളാണ് കാര്യം. അതായത് ആൻറ്റി ഇൻകംബൻസി, ലോക്കൽ ആൻറ്റി ഇൻകംബൻസിയെ മറികടക്കാൻ പറ്റുന്ന ഏക നേതാവ് മോദി മാത്രമാണ്. അതായത് MP-ക്കെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വോട്ടറോട് ചോദിക്കുകയാണെങ്കിൽ, ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ വോട്ടർ പറയാം, ഞങ്ങൾക്ക് BJPയുടെ ലോക്കൽ MP അത്ര പോരാ, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഉയർന്നില്ല, പക്ഷേ മോദിയോട് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, മോദി ഞങ്ങളിപ്പോഴും ഫേവററ്റാണ്, മോദി പ്രധാനമന്ത്രിയാവും. അപ്പോൾ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? മോദിക്ക് വോട്ട് ചെയ്യും. അല്ല, അതൊരു ഇതാണ്. നമ്മളിപ്പം കർണാടകയിലാണെങ്കിൽ രാജീവ് സർദേശായി ഒരു ബസ് കയറി ചോദിച്ചപ്പോൾ സിദ്ധരാമയ്യയുടെ ഫ്രീ യാത്ര ആസ്വദിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പറഞ്ഞ അല്ല മോദി, കാരണം പ്രധാനമന്ത്രിയാവാൻ അവരെ ആഗ്രഹിക്കുന്നത് മോദിയാണ്. അപ്പം അത് തന്നെയാണ് ഒരു മോദി ഫാക്ടർ എന്ന് പറഞ്ഞത്. അതിനെ അത്ര എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് 50 കടക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ടാലിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പം ശരിക്കുള്ളൊരു ചോദ്യം. അതായത് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോലെ തന്നെ നരേന്ദ്രമോദി എന്ന സർപ്രൈസ് ഫാക്ടർ തന്നെയാണ്. അല്ലാതെ ഒരു സർപ്രൈസ് മാറ്റങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. രാജ്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേതാക്കന്മാർ, ഒരു താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന നിരവധി നേതാക്കന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഉയർന്നു വന്നതിന് ശേഷം ഇത്രയും പദവികൾ വഹിക്കുകയും അത് ക്ലീനായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ജനങ്ങളോട് ഇത്രയും സംവദിക്കുകയും ചെയ്ത മറ്റൊരു നേതാവുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മളെ എങ്ങനെയാണ് രാജ്യം നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്, ആരൊക്കെയാണ് അന്ന് ജയിച്ചു വരിക, അല്ലെങ്കിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോവുക എന്നുള്ളത് കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന അടുത്ത കേന്ദ്ര സർക്കാർ ആണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും.